എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ഓവനോ അതുപോലെ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഒന്ന് കറക്കിയെടുത്ത് കുക്കറിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തീയെ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ കരിഞ്ഞിട്ട് നമ്മുടെ കേക്കിനൊരു കയ്പ്പ് രസം വരും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീയെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത്ര നേരം നമ്മൾ ലോ ടു മീഡിയത്തിൻ്റെ ഇടയിലാണ് വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പഞ്ചസാരയൊക്കെ ആദ്യം കട്ടയായിട്ട് വരും. അപ്പോൾ അത് കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്കിതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ആ കട്ടിയായിട്ട് വന്നതൊക്കെ പോയി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 12 ഈന്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ക്യാരറ്റും അതുപോലെ ഈന്തപ്പഴവും ഈ കാരമലായി വന്നിട്ടുള്ള പഞ്ചസാരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ ഇതിലെ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഈന്തപ്പഴം അതുപോലെ ക്യാരറ്റും ഒക്കെ ഈ പഞ്ചസാരയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിലെ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഇതുപോലെ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ എടുത്തിട്ട് അതിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉണക്കമുന്തിരി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ വലുപ്പത്തിലുള്ള ഒരു പീസ് പട്ട ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിശ്രിതം ചെറുതായിട്ടൊന്ന് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്ത മിക്സിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അധികം കൂടിപ്പോകരുത്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴത്തിൻ്റെ അതുപോലെ ക്യാരറ്റിൻ്റെയും കൂടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ കേക്ക് ടിന്നൊക്കെ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരി വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് കൈ പൊള്ളാതെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഒരു 45 മിനിറ്റ് മുതൽ ഒരു 60 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല. ഒരു 35 മിനിറ്റിന് ശേഷം മാത്രമേ തുറന്ന് നോക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ തുറന്ന് നോക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അവിടെ ഇവിടെയൊക്കെ പൊന്തി ഒരു ഷേപ്പില്ലാതെ വരും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ടൂത്ത് പിക്കിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെ ഒന്ന് തണുത്ത് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് തണുത്തപ്പോഴേക്കും ഇതിൻ്റെ നിറമൊക്കെ കുറച്ചുകൂടി ഒന്ന് ചേഞ്ചായി ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടുവിച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കമത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കൂടെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഈന്തപ്പഴം ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാതെ ഒരു 1-2 ദിവസം വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റും. ഓവൻ അതുപോലെ ബീറ്റർ ഒന്നും വേണ്ട. മിക്സിയുടെ ജാറും അതുപോലെ കുക്കറും മാത്രം മതി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.